ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ ഈ BJP ഈ രാജ്യത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അപ്പലേറ്റ് ട്രൈബ്യൂണലുകളുടെ മാഹാത്മ്യം നാം പറയേണ്ടതില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ നീതിപീഠങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി സാങ്കേതികത്വത്തിൽ ഊന്നി അവിടെ പരാമർശിക്കപ്പെടുന്ന അതേ കേസിൻ്റെ ഒരു വൃത്തത്തിലേക്ക് മാത്രം സ്വയം ചുരുങ്ങി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് എന്ത് സന്ദേശം നൽകുന്നു? BJP കരുതുന്നത് ഈ രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം, പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം തങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നതാണ്. അവർ പറയുന്നത് 400 സീറ്റ് ഞങ്ങൾ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവർ തലയ്ക്ക് വെളിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ നിലയിലൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ സങ്കീർണതകൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ആലോചിച്ച്, ഇന്ത്യൻ്റെ ഹിസ്റ്ററി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനാധിപത്യത്തിൻ്റെ പരിമിതമായ മര്യാദകൾ പോലുമില്ലാതെ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കും. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ, വേണ്ട, കുഴപ്പമില്ല. ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്, ഏജൻസികൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അധികാരം ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്ന മാതിരി ഭരിക്കും എന്ന മട്ടിലാണ് അവർ പറയുന്നത്. അത് പക്ഷേ ജനാധിപത്യത്തിൻ്റെ രീതിയല്ല, ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിപക്ഷ കക്ഷികളുടെ നേരെ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രചാരത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് വേണ്ട വിധം പബ്ലിസിറ്റി കൊടുക്കാൻ കഴിയുന്നില്ല, പോസ്റ്ററുകൾ ഒട്ടിക്കാൻ കഴിയുന്നില്ല, പിന്നെ മാധ്യമങ്ങളിലെ പ്രസാധനം, എന്താ പറയുക, പരസ്യങ്ങൾ കൊടുക്കാൻ കഴിയും. ഇതൊരു റിയാലിറ്റിയാണ്. BJPയുടെയും അതുപോലുള്ള പിന്നെ കാശുള്ള പാർട്ടികളുടെയും പ്രചാരവേല പ്രചണ്ഡമായിട്ട് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ, പ്രതിപക്ഷ കക്ഷികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു തരം ഫ്രോസൺ സിറ്റുവേഷനിലുള്ളത്. ഇത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല നാട്ടിൽ നടക്കുന്നത്. ശ്രീ എൻ പി ചെക്കുട്ടി, അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിഷയമല്ല. UN വക്താവ് പോലും പറയുകയാണ്, നിഷ്പക്ഷവും സുതാര്യവും സമയബന്ധിതവുമായ നീതിന്യായ സംവിധാനത്തിൻ്റെ പ്രവർത്തനമടക്കമാണ് ലോകം പ്രതീക്ഷിക്കുന്നത് എന്ന്. ഇത് ഈ നീതിപീഠങ്ങളുടെ ചെവിയിലേക്ക് കയറാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ UN വക്താവും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നിരന്തരമായി കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പുരികമുയർത്തിക്കാട്ടുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അമേരിക്കയുടെ മറുപടി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടല്ലോ. മാത്യു മില്ലർ പറഞ്ഞത്, വി ആർ ഓൾസോ അവെയർ ഓഫ് ദ കോൺഗ്രസ് പാർട്ടീസ് അലിഗേഷൻസ് ദാറ്റ് ടാക്സ് അതോറിറ്റീസ് ഹാവ് ഫ്രോസൺ സം ഓഫ് ദെയർ ബാങ്ക് അക്കൗണ്ട്സ് ഇൻ എ മാനർ that will make it challenging to effectively campaign in the upcoming elections. And we encourage fair, transparent and timely legal process for each of these issues. ഇതിപ്പോൾ നമ്മുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടൽ എന്ന ഒരു ദുർവ്യാഖ്യാനമാണ് വരുത്തുന്നത്. അങ്ങനെയല്ല, ലോകത്തെവിടെ ജനാധിപത്യം ഈ രൂപത്തിൽ വെല്ലുവിളി നേരിടുന്നു, എവിടെയാണോ ഒരു സർക്കാർ സംവിധാനം ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അമിതാധികാര പ്രവണത കാണിക്കുന്നത്, പ്രത്യേകിച്ചും അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണ്. അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടലാണോ? അല്ല, ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്കണ്ഠയ്ക്കൊപ്പമുള്ള നിൽപ്പല്ലേ അത്? അല്ല, തീർച്ചയായും ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഈ ഇന്ത്യയുടെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്നതല്ല. ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ ആഗോള സംവിധാനത്തിനകത്ത് ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. നമ്മുടെ അയൽവക്കത്തുണ്ടായിരുന്ന ശ്രീലങ്കയിൽ ഒരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ദീർഘകാലം അനുഭവിച്ച ഇന്ത്യയാണ്. കാരണം അവിടെ നിന്ന് വന്ന ആളുകളെ നമ്മളാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്. ബർമയിൽ ഇപ്പോൾ നടക്കുന്ന ബർമയിലെ സംഘർഷങ്ങളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായപ്പോൾ ബംഗ്ലാദേശിനെ നമ്മളാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ, യൂറോപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, യൂറോപ്പിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ അറബ് പ്രദേശങ്ങളിൽ, ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്ന് അവിടെയുള്ള ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സംഘർഷങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ജനങ്ങളെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങൾ അത് നടക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. ലോകം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട തുരുത്തുകളല്ല, ലോകം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വില്ലേജാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിക്കകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം ഉണ്ടാവും.
ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് പട്ടാളുണ്ട്, പോലീസുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം വരുന്ന സമയത്ത് അതികഠിനമായ അതിഗുരുതരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്തുണ്ടാവും. നിങ്ങളുടെ എല്ലാവിധ ആയുധങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ലോക ജനത ഇക്കാര്യത്തിൽ ഉത്കണ്ഠ കാണിക്കുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതൊന്നും നടക്കുന്നില്ല. ഇന്ത്യ ഇന്ന് മത്സരിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. പാകിസ്ഥാനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ സംഭവിച്ചത്. പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിക്ക് തെരഞ്ഞെടുപ്പ് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ആ തരത്തിലൊരവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാനാണ് ഇന്നുള്ള ഭരണകക്ഷി ശ്രമിക്കുന്നത്. പക്ഷേ അവരതിൽ പരാജയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഇന്ത്യയുടെ സമീപ ശരി